ഈ ആളുകൾ പിന്നീട് കൊട്ടിഘോഷിക്കാറില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ട്രോളുകളിലൊക്കെ കാണാറുള്ള പോളണ്ടിനെ പറ്റി പറയരുത് എന്ന് പറയുന്ന ഡയലോഗുകളടക്കം പലതും ശ്രീനിവാസൻ സെറ്റിലിരുന്ന് എഴുതിയിട്ടുള്ളതാണ്. തോറ്റാ പറയുന്ന ന്യായീകരണങ്ങള് അന്ന് എഴുതുമ്പോ ഇത്രയും കാലാതീതമായിട്ട് നിലനിൽക്കും എന്നൊരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു അന്ന് എഴുതും. അന്ന് ആകെ ഉണ്ടായിരുന്നു തൽക്കാലം രക്ഷപ്പെടുക എന്നുള്ളതാണ്. ആ സിനിമ രക്ഷപ്പെടുക. ഇത് ആ പ്രൊഡ്യൂസറുടെ സർവൈവലിൻ്റെ പ്രശ്നമാണ്, ആ ഡയറക്ടറുടെ സർവൈവലിൻ്റെ പ്രശ്നമാണ്. ഇതിപ്പം എഴുതിയ ആളുടെ ഇതെല്ലാം നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതാണ് ആദ്യത്തെ കാര്യം. എല്ലാം നാളെ 25 വർഷം കഴിഞ്ഞിട്ട് ഈ സിനിമ ഗംഭീരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്താ കാര്യം? അത് അതിലൊരു മൂല്യം ഉണ്ടെങ്കിൽ നിൽക്കുന്നു എന്നല്ല. പക്ഷേ അതിൽ വേറൊരു സംഭവം ഉള്ളത്, ഈ സിനിമ സന്ദേശം എന്നുള്ള സിനിമയുടെ വിഷയം ഞങ്ങളുടെ മനസ്സിൽ കയറിയിട്ട് കുറേ നാളായിരുന്നു. ശ്രീനിവാസനാണ് ആദ്യം ഇങ്ങനൊരു ത്രെഡ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ ഞങ്ങൾ ആലോചിക്കുക. കാര്യം നമ്മൾ കുറേയൊക്കെ പൊളിറ്റിക്സ് വാച്ച് ചെയ്യുന്ന ആളുകളാണ്. ഈ രാഷ്ട്രീയക്കാരുടെ വിചാരം പലരും അവരാരും അധികം ഇങ്ങനെ കീനായിട്ട് വാച്ച് ചെയ്യുന്നില്ല എന്നാണ്. നമ്മുടെ രാഷ്ട്രീയത്തിൽ സജീവമല്ലാത്ത ആളുകളൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് രാഷ്ട്രീയക്കാരെ നിരീക്ഷിക്കുന്നുണ്ട്. അതാണ് അതിൽ നമ്മൾ കാണുന്ന അർത്ഥമില്ലായ്മയും ഹ്യൂമറൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ആ സബ്ജക്റ്റിൽ ഭയങ്കര വിശ്വാസം തോന്നിയെങ്കിലും കുറേ ഡിസ്കസ് ചെയ്ത് നോക്കുമ്പോൾ ഇതൊരു കഥയില്ല എന്ന് ചിലപ്പോൾ തോന്നും. അപ്പോൾ വിട്ടുകളയും, പിന്നെ വേറെ കഥ എഴുതും. അങ്ങനെ ഒരു ദിവസം ഈ സിനിമ എടുക്കാമെന്ന് തീരുമാനിച്ച ദിവസം ശ്രീനിവാസൻ പറഞ്ഞു, ഒരു കാര്യം ഞാൻ വാക്കുമായിരുന്നു, ഇതിൽ എന്നും ഓർമ്മിക്കാവുന്ന കുറേ ഡയലോഗ്സ് ഉണ്ടാവുമെന്ന് പറഞ്ഞു. ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് എന്നുള്ള സിനിമ, അതിൻ്റെ കഥ ഒരു വിഷയം അന്നത്തെ തൊഴിലില്ലായ്മയാണ് അതിലെ പ്രയാസം. എന്തെങ്കിലും ഞങ്ങൾ ചിന്തിക്കാറുണ്ട്, ഒരു സിനിമ ചെയ്യുമ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് ഞങ്ങൾക്കെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാവണം. അപ്പോൾ അതിൽ തൊഴിലില്ലായ്മ ഒരു ഇഷ്യൂ ആയിരുന്നു ആ സമയത്ത്. അതിനെ നമ്മൾ സരസമായിട്ട് ചെയ്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത് അതിലെ കള്ളനെ പിടിക്കുന്ന സീനുണ്ടല്ലോ, ഇയാൾ കള്ളൻ്റെ വേഷം കെട്ടി വരുന്നവന്മാർ രാത്രി പിടിക്കപ്പെടുന്നുള്ള സീന് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് റൂമിൽ നിന്ന് ഞാനും ശ്രീനിയും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് അരവിന്ദൻ കയറി വന്നു. അരവിന്ദൻ ഗ്രേറ്റ് ഡയറക്ടറാണ്. അരവിന്ദനോട് ശ്രീനി അരവിന്ദനായിട്ട് നല്ല ബന്ധമാണ്, ചിദംബരത്തിലെ കമ്മിനിസ്റ്ററിലാണ്. അരവിന്ദൻ ചിരിച്ചു പറഞ്ഞു. അരവിന്ദൻ പറഞ്ഞു അപാരം. അപ്പം അരവിന്ദൻ ചിരിക്കുന്നതിനെ പറ്റി പലർക്കും അറിയില്ല. അരവിന്ദൻ വളരെ സൈലൻ്റായി നിൽക്കുന്ന ഒരാളാണ്. അരവിന്ദൻ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയ്ക്ക് ലൊക്കേഷൻ അന്വേഷിച്ചിട്ട് മധുര കോട്ട്സിൽ ഇതിന് സിറ്റുവേഷൻസ് പറ്റുന്നതായിരിക്കും. അരവിന്ദൻ സജീവമായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ചിരിക്കുകയും ലൊക്കേഷൻ നോക്കാമെന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിക്കണം, അരവിന്ദൻ്റെ സിനിമകളെ ആരാധിക്കുന്ന ഒരു വലിയ വിഭാഗം ഞങ്ങളുടെ സിനിമകളെ പറ്റി മൈൻഡ് ചെയ്യാറില്ല. അപ്പോൾ അത് കപട ചോദ്യം ഇല്ലാത്തതുകൊണ്ടാണ് പുള്ളിക്ക് അത് പറ്റിയത്. പുള്ളിക്ക് കാപ്പറ്റൊന്നുമില്ല.